നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അഫാനെതിരെ മൊഴി കൊടുത്താൽ താനും കുടുങ്ങുമോ എന്ന ഭയത്തിലാണ് ഷെമി എന്ന ആരോപണം ശക്തമാകുന്നു. 5 പേരെ കൊന്ന ക്രിമിനലിനെ രൂപക്കൂട്ടിൽ വെക്കാൻ മാത്രം പരിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉമ്മ ഷെമീന. മകന് പാറ്റയെ പോലും ഭയം എന്ന കഥ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഉമ്മ. പോലീസ് വന്നാലും മജിസ്ട്രേറ്റ് വന്നാലും ഇതേ കഥ തന്നെ കേൾപ്പിക്കും. അഫ്സാൻ കൊല്ലപ്പെട്ടതിൽ ഇവർക്ക് ലവലേശം കൂസലില്ല. പക്ഷേ അഫാൻ കുടുങ്ങരുത് എന്ന വാശിയിലാണ്. വേണമെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവരെയും കൊന്നത് ഞാനാണെന്ന് വരെ ഷെമി സമ്മതിച്ചേക്കും. ആ ലെവലിലേക്കാണ് കഥ പോകുന്നത്. നീ ആരെയും സംരക്ഷിക്കാൻ നോക്കണ്ട എന്ന് റഹീം പറഞ്ഞിട്ടും ഷെമി അതൊന്നും കേട്ട ഭാവമില്ല. പകരം അഫാനെ തള്ളിപ്പറഞ്ഞ് റഹീമിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഷെമീന. വല്ലാത്ത ഗതികേടിൽ കുടുങ്ങിക്കിടക്കുന്നത് റഹീം എന്ന പാവം മനുഷ്യനാണ്. മകൻ ചെയ്ത കൂട്ടക്കൊല തിരിച്ചറിഞ്ഞിട്ടും കട്ടിലിൽ നിന്ന് വീണുണ്ടായ അപകടമെന്ന മുൻമൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഷെമീന. ആശുപത്രിയിൽ നിന്നും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയ ഷെമിയുടെ മൊഴി പോലീസ് കഴിഞ്ഞ ദിവസം വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു. അഫാൻ ചുറ്റികയ്ക്ക് തലക്കടിച്ചതല്ലേ എന്ന പോലീസിന്റെ ചോദ്യത്തിന് കയർത്ത് സംസാരിക്കുകയായിരുന്നു ഷെമി എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഷെമിയും അഫാനും അന്വേഷണത്തോട് സഹകരിക്കാതെ മാറി നിൽക്കുകയാണ്. റഹീമിൽ നിന്ന് ചോദിച്ചറിയാൻ ഇനിയൊന്നും ബാക്കിയില്ല. അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വിവരങ്ങൾ ഇനി കിട്ടുകയാണെങ്കിൽ അതും പോലീസിൽ അറിയിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിന് ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നത് റഹീം ഷെമിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയും എന്നതായിരുന്നു. എന്നാൽ ഷെമി പഠിച്ച കള്ളിയാണ്. സ്വന്തം ഭർത്താവിനോട് പോലും അവർ ഒരക്ഷരം പറയുന്നില്ല. പലതവണ പല രീതിയിൽ റഹീം ചോദിച്ചിട്ടും ഷെമി വാ തുറക്കുന്നില്ല. പക്ഷെ ഇപ്പോഴും ഭർത്താവിനോട് കട്ടിലിൽ നിന്ന് വീണ കഥ ആവർത്തിക്കുന്നു. റഹീം ക്ഷമയുടെ നെല്ലിപ്പലക തകർന്നു നിൽക്കുകയാണ്. മകനെ ഇനി ഒരിക്കലും കാണണ്ട എന്ന് റഹീം പറയുമ്പോൾ ആ മനുഷ്യന്റെ നില തെറ്റിച്ച് മകനെ കാണണമെന്ന വാശിയിലാണ് ഷെമി. ഷെമിയെ കൗൺസിലിങ്ങിന് വിധേയയാക്കാൻ നീക്കം നടക്കുന്നുണ്ട്. അവരുടെ മാനസിക നില തകരാറിലാണ്. ഘട്ടം ഘട്ടമായി കൗൺസിലിംഗ് കൊടുക്കുന്നതിലൂടെ അന്വേഷണത്തോട് അവർ സഹകരിക്കാൻ തയ്യാറായാലോ എന്ന പ്രതീക്ഷയിലാണ് പോലീസ്. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നത്. അഫാൻ ഇങ്ങനെയായതിൽ ഉമ്മയ്ക്ക് വലിയ പങ്കുണ്ട്. അവർ മകനെ സംരക്ഷിക്കാനുള്ള കളി കളിക്കുമെന്നാണ് കമന്റുകൾ വരുന്നത്. കൊലയാളിയായ മകനെ ഷെമി എന്തിനിത്ര സംരക്ഷിക്കണം എന്ന ചോദ്യം ശക്തമാണ്. സ്വന്തം മകനെ കൊന്ന മകനോട് എങ്ങനെ ഇവർക്ക് പൊറുക്കാൻ കഴിയും? ചില സ്ത്രീകൾ ഈ വാർത്തകൾക്ക് താഴെ വന്ന് കമന്റ് ഇടുന്നത് ഇങ്ങനെയുള്ള മക്കളെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്നാണ്. എന്നാൽ മറ്റു ചിലരുടെ കമന്റുകൾ അഫാനും അവരുടെ മകനല്ലേ, ഒരു മകനെ നഷ്ടപ്പെട്ടു, മറ്റേ മകനെയെങ്കിലും തിരിച്ചു കിട്ടാൻ വേണ്ടി ആ സ്ത്രീ ശ്രമിക്കുകയാണെന്നാണ്. എന്നാൽ ഇത്ര ക്രിമിനലായ ഒരു മകനെ അവർക്ക് തിരിച്ചു കിട്ടിയിട്ടും എന്താണ് പ്രയോജനം? ഇപ്പോഴും മകൻ ഉമ്മയെ കൊല്ലാൻ അവസരം നോക്കിയിരിക്കുകയാണ്. ഒരു ചോദ്യമുള്ളത്, എത്ര അമ്മ സ്നേഹം പറഞ്ഞാലും ഇളയ മകനെ അവൻ ക്രൂരമായി കൊലപ്പെടുത്തിയില്ലേ? അതിൻ്റെ ആ പോലീസിനോട് മൊഴി കൊടുക്കുമ്പോൾ പോലും സഹോദരനെ കൊന്നതിൽ ലവലേശം കൂസലില്ലാതെയാണ് അവൻ, ഒരു പശ്ചാത്താപവും ഇല്ലാതെയാണ് പോലീസിന് മൊഴി കൊടുക്കുന്നത്. ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നതല്ലേ? ഇതൊക്കെ ഷെമി അറിഞ്ഞതല്ലേ? എന്നിട്ടും എങ്ങനെ അവർക്ക് മൂത്ത മകന് മാപ്പ് കൊടുക്കാൻ സാധിക്കുന്നത്? സാമ്പത്തിക ഇടപാടിൽ ഷെമിയുടെ കൈകടത്തലുണ്ട്. വാ തുറന്ന് വല്ലതും പറഞ്ഞാൽ ഷെമി പിന്നെ അകത്താണ് എന്നാണ് ചില ആരോപണങ്ങൾ. പക്ക നാടകം കളിക്കുകയാണ് ഈ സ്ത്രീയെന്ന് പലരും പൊട്ടിത്തെറിക്കുന്നുണ്ട്. വെഞ്ഞാറമൂട് കേസിൽ മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഷെമി ഇത്രത്തോളം മകനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ കുടുങ്ങുന്ന പലതും ഇതിന് പിന്നിലുണ്ട് എന്നല്ലേ കരുതേണ്ടത്? അഫാനും ഉമ്മയ്ക്കെതിരെ മൊഴി കൊടുക്കാൻ സാധ്യത കുറവാണ്. ഉമ്മയെ കൊല്ലണമെന്നേ അഫാനുള്ളൂ, അല്ലാതെ ജയിലിൽ കിടത്താൻ അവൻ തുനിഞ്ഞേക്കില്ല. എന്നെങ്കിലും പുറത്തിറങ്ങിയാൽ ഉമ്മയെ കൊല്ലുമെന്നാണ് അവൻ ആവർത്തിക്കുന്നത്. വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അത് ഭർത്താവിൽ നിന്നും ഷെമി മറച്ചു വെച്ചിട്ടുമുണ്ട്. വലിയ ദുരൂഹത ഇതിന് പിന്നിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. 12 പേരിൽ നിന്ന് കടം വാങ്ങിയ കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഇവർ ആരൊക്കെയാണ് എന്ന് ഷെമിയും അഫാനും വ്യക്തമാക്കിയിട്ടില്ല.
കടം കൊടുത്തവർ ഇനി വന്ന് ചോദിക്കാനും ധൈര്യപ്പെടില്ല. കാരണം ഈ കേസിൽ പോലീസ് സാമ്പത്തിക കുറ്റകൃത്യവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പലിശ വലിയ തോതിൽ വാങ്ങിയിട്ടുണ്ട്, പലിശയ്ക്ക് പണം എടുത്തിട്ടുണ്ട്. ഈ പലിശ അതിൻ്റെ ഇരട്ടി പലിശയായിട്ട് തന്നെ റഹീം കൊടുത്തിട്ടുണ്ട്. വീട്ടിലേക്ക് അയക്കുന്ന പണം മുഴുവൻ ഇത്തരത്തിൽ പലിശ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഷെമി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് ഉറപ്പായും സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ പരിധിയിൽ വരുന്നത് കൂടിയാണ്. അപ്പോൾ ആ വഴിക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേസിൽ വന്ന് തലവെക്കാൻ ആരും ധൈര്യപ്പെടില്ലല്ലോ. കടം കൊടുത്തത് ആരൊക്കെയാണെന്ന് പോലീസിന് തന്നെ കണ്ടെത്തേണ്ടി വരും. അതിന് ഷെമിയുടെയും അഫാന്റെയും ഫോൺ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഉമ്മയുടെ മൊഴിയിൽ എന്ത് പ്രസക്തി? അവൻ കുറ്റം സമ്മതിച്ചില്ലേ? സമൂഹത്തിന്റെ മുൻപിലും ലോകത്തിന്റെ മുൻപിലും അവൻ കുറ്റക്കാരനല്ലേ? ഇനി ഉമ്മയുടെ മൊഴി നോക്കി പോലീസ് അവനെ വെറുതെ വിടരുത്. ഇവനൊക്കെ ശിക്ഷ തന്നെ കൊടുക്കണം. ഇവനൊന്നും അല്പം പോലും ദയ അർഹിക്കുന്നില്ല എന്നൊരു കമന്റ് ഉണ്ടായിരുന്നു. അഫാൻ കുറ്റം സമ്മതിച്ചു എന്നത് ശരിയാണ്. എന്നാൽ ഷെമിക്കിതിൽ പങ്കുണ്ടോ? സാമ്പത്തിക ഇടപാടുകളിൽ നടന്നത് എന്തൊക്കെയാണ്? അമ്മയെ തലക്കടിച്ചുവെന്ന് മകനും, അല്ല കട്ടിലിൽ നിന്ന് വീണതാണെന്ന് അമ്മയും പറയുന്നതിലെ സത്യം കണ്ടെത്തണം. എന്തിനവർ മകനെ സംരക്ഷിക്കണം? ഇതിന്റെ എല്ലാ വശങ്ങളും പോലീസിന് അന്വേഷിച്ച് കണ്ടെത്തിയേ മതിയാകൂ. കുറ്റകൃത്യത്തിൽ അമ്മയും പങ്കാളിയാണെങ്കിൽ അതും പുറത്തു വരേണ്ടതാണ്. ഉമ്മയുടെ കരൾ പറിച്ചു വിൽക്കാൻ ഓടിയപ്പോൾ കാൽ വഴുതി മകൻ നിലത്ത് വീണു. അപ്പോൾ ആ അമ്മ ചോദിക്കുകയാണ്, മകനെ വേദനിച്ചോ എന്ന്. അതാണ് അമ്മ. ഇങ്ങനെ ഒരു കമന്റ് കൂടി ഉണ്ടായിരുന്നു. ക്രിമിനൽ സ്വഭാവമുള്ള മക്കളെ തിരിച്ചറിഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, നിയമത്തിന് വിട്ടുകൊടുക്കണം. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഷെമിക്ക് ഇളയ മകനെ നഷ്ടപ്പെട്ടത്. മരിക്കുവോളം നീറി ജീവിക്കേണ്ടി വരില്ലേ അവർക്ക്? തെറ്റ് ചെയ്ത മകനെ തിരുത്താൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇന്നീ കിടപ്പ് കിടക്കേണ്ടി വരില്ലായിരുന്നു. നിങ്ങളുടെ മകനായിരിക്കാം, പക്ഷേ 5 പേരുടെ ജീവനെടുത്ത ക്രിമിനലാണ് അഫാൻ. ആ 5 പേരിൽ ഒരാൾ നിങ്ങളുടെ ഇളയ മകനും ആയിരുന്നില്ലേ? അവനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ കൊലപാതകിയായ മകനെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയുന്നു എന്ന സമൂഹത്തിന്റെ ചോദ്യം പ്രസക്തമാണ്. അഫാന്റെ എല്ലാ തരികിടയും ഷെമിക്കറിയാം. അവർ ഭർത്താവിൽ നിന്നെല്ലാം ഒളിപ്പിച്ച് മകന് ഒത്താശ ചെയ്തു കൊടുത്തു. ഈ ഉമ്മ ഇത്രയും പേരെ കൊന്നു എന്നറിഞ്ഞിട്ടും മകനെ ഇങ്ങനെ സംരക്ഷിക്കുന്നുവെങ്കിൽ മകൻ ഇങ്ങനെ കൊല ചെയ്യുവാനുള്ള റീസൺ ഷെമിക്ക് കൃത്യമായും അറിയാം. ഇത്തരം അമ്മമാർ തന്നെയാണ് മക്കളെ നശിപ്പിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത ആ ചെറിയ മകൻ നിങ്ങളുടെ സ്വന്തം തന്നെയല്ലേ? ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയില്ലായിരുന്നു. അവൻ ജയിലിൽ കിടന്നാൽ ആയുസ് തീരും വരെ നിങ്ങൾക്ക് ജീവനോടെ വെളിയിൽ നിൽക്കാം. അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന മകൻ നിങ്ങളുടെ തലയെടുക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ദൂർത്ത് പുറത്തു വരാതിരിക്കാൻ മകന്റെ സൈഡ് പിടിക്കുകയാണ് ഈ ഉമ്മ. ഒരു പെൺകുട്ടിയുടെ ജീവിതം തല്ലിക്കെടുത്തിയവനാണ് അഫാൻ. അവളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ താങ്ങാൻ നിൽക്കുകയാണ്. നിങ്ങൾ ശരിയായ ഒരു ഉമ്മയല്ല. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളൊക്കെയാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. അതായത് ഇത്തരത്തിൽ അതിരുവിട്ടു പോകുന്ന ചില കമൻറ്റുകളാണ് എല്ലാവരും രേഖപ്പെടുത്തുന്നത്. ഷെമി ഇപ്പോഴും മകനെ സംരക്ഷിക്കുന്നതിലുള്ള അരിശമാണ് ജനങ്ങൾ ഇത്തരത്തിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തി തീർക്കുന്നത്. ഷെമി മകനോടുള്ള സ്നേഹം കൊണ്ടാണോ, അല്ലെങ്കിൽ മകനെ ഭയന്നിട്ടാണോ? അതുമല്ലെങ്കിൽ വാ തുറന്നു പോയാൽ താനും കൂടി കുടുങ്ങുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എന്തിനു വേണ്ടിയാണ് ഷെമി ഇപ്പോഴും മകനെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് പോലീസിനെയും വട്ടം കറക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.